11 പാക്കറ്റുകളിലായി ട്രോളി ബാഗിൽ കൊണ്ടുവന്ന 11 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കഞ്ചാവ് അടങ്ങിയ ട്രോളി ബാഗ് കണ്ടെത്തിയത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രോളി ബാഗിൽ പ്ലാസ്റ്റിക് കവറുകളാക്കി പൊതിഞ്ഞ 11 കിലോ കഞ്ചാവ് പിടികൂടി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വൈകിയെത്തിയ ആലപ്പുഴ ധൻബാദ് വന്നതിന് ശേഷം റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഓരോ കിലോ വീതമുള്ള കഞ്ചാവ് കണ്ടെത്തിയത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് തെക്കുവശം ആലപ്പുഴ എന്നെഴുതിയ സൈൻ ബോർഡിന് താഴെയാണ് ട്രെയിൻ വഴി ട്രോളി ബാഗിലായി കടത്തിയ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മാസത്തിനിടെ ഇത് 6-ാം തവണയാണ് ഇത്തരത്തിൽ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടുന്നത്. കേരള റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ബിജോയ് കുമാർ, ഗ്രേഡ് SI ജയപ്രകാശ്, ഗ്രേഡ് ASI വേണു, CPOമാരായ അരുൺ മോഹൻ, ബാലു ബ്രഹ്മാനന്ദ, കിഷ്ലാൽ എന്നിവരുടെ പരിശോധനാ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി ട്രെയിനിലും റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലടക്കം പരിശോധന ശക്തമാക്കി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കഞ്ചാവ് പിടികൂടുന്നതെന്നും ഏകദേശം 50 കിലോയിലധികം കഞ്ചാവ് ഇത്തരത്തിൽ പിടികൂടിയതായും അധികൃതർ സൂചിപ്പിച്ചു. ട്രെയിനിൽ കഞ്ചാവ് കൊണ്ടുവന്ന് റെയിൽവേ പ്ലാറ്റ്ഫോം വരെ എത്തിക്കുമെങ്കിലും അത് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനുള്ള അവസരം റെയിൽവേ പോലീസ് നൽകാറില്ല എന്നും പരിശോധന അത്തരത്തിൽ സൂക്ഷ്മവും കർശനവുമായിട്ടാണ് നടപ്പാക്കുന്നതെന്നും റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ബിജോയ് കുമാർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. അത് ആലപ്പുഴ യാത്ര അവസാനിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് കയറ്റി വിടുകയും അത് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവവും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ ഈ ട്രെയിനിൽ കയറ്റിവിട്ട് ആലപ്പുഴ പ്ലാറ്റ്ഫോമിൽ ഇത് ഏറ്റെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ കയ്യിൽ അകപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് ഇന്നിപ്പോ സംഭവിച്ചത്. സ്ഥിരമായിട്ട് അങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൽ ഇവർ ഉപേക്ഷിക്കുകയും അതെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ വിജിലന്റ് ആയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായതുകൊണ്ടാണ് ആ രീതിയിൽ അവർക്ക് ഇത് കൊണ്ടുപോയി വിപണിയിൽ എത്തിക്കാൻ സാധിക്കാതെ. ഇത് ഏകദേശം 11 കിലോയോളമുള്ള ഒഡീഷ ബേസ്ഡ് കഞ്ചാവായിരിക്കാൻ ആണ് എല്ലാ സാധ്യതയും കാണുന്നത്. ഇതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിലാണ്. ഇത് ആരെങ്കിലും കൊണ്ടുവന്ന, ആർക്കാണ് കൊണ്ടുപോയി കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ആരാണ് കൊണ്ടുവന്നത്, ഇതിന്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തുടർന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും സുരക്ഷാ പരിശോധന റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ശക്തമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.